ഹലോ ഗൈസ്, റജീസ് വേൾഡിലേക്ക് സ്വാഗതം. പിന്നെ കത്തിരിക്ക ബജി ഉണ്ടാക്കാം. അതിനായിട്ട് 2 കത്തിരിക്ക എടുത്തിട്ടുണ്ട്. ഇതാ 2 കത്തിരിക്ക വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും പുരട്ടി അരമണിക്കൂറോളം ഇങ്ങനെ വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. കടലമാവ് 1 ഗ്ലാസ് നിറച്ചെടുത്തിട്ടില്ല, എങ്കിലും 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അരിപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇതാ ബേക്കിംഗ് സോഡ 1 ശകലം ഇട്ട് കൊടുക്കാം. പിന്നെ ലേശം കളർ പൊടി കുറച്ചിട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയൊന്നും അല്ലാത്ത മുളക് പൊടിയാണ്. എരി വേണോ? അപ്പം ഞാൻ എൻ്റെ മോളെടുത്താണ് ചോദിക്കണം കേട്ടോ, എരി വേണമെന്ന്. ഇങ്ങനെ എരി ഉണ്ടെങ്കിലേ കൊള്ളാവൂ, രസമുള്ളൂ, ടേസ്റ്റ് ഉള്ളൂ. പെരുംജീരകവും എല്ലാം കൂടി പൊടിച്ചതാണ്. കായപ്പൊടിയുടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കത്തിരിക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും മാവിൽ കുറച്ച് ചേർക്കണം. അപ്പം എന്താ ചെയ്യുക, കുറച്ച് ഉപ്പ് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം. ഇല്ലെങ്കിൽ ഒരുമാതിരി കട്ടിക്കിരിക്കുമ്പോൾ ഒരു എന്താ പറയുക, രസമെന്നല്ല, ഒരു മയം കാണില്ല, സോഫ്റ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. കട്ടി കുറഞ്ഞൊരു സംശയം, പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റ്. കട്ടി കുറയണല്ലേ നല്ലത്. സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയല്ലേ വെള്ളരിക്ക 2 കണ്ണിലും വെക്കുന്നത്. അപ്പം മാവിലേക്ക് മുക്കി ഇതാ ചൂടായി വരുന്നുള്ളൂ. ഇപ്പം ഇതാ ഒരെണ്ണ ഇങ്ങനെ പൊള്ളി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ, പൊള്ളിയായിട്ടുണ്ട്. ഇതല്ലേ നമ്മൾ ആദ്യം ഇട്ടത്? ഇവിടെ നോക്കണ്ടേ, ഞാൻ കണ്ട പുള്ളി വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ ആണ് കത്തിരിക്ക. പുള്ളിയായിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണല്ലേ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെന്തോന്ന്, കാ ബജി, മുളക് ബജി ട്രൈ ചെയ്തിട്ടില്ല. മുളക് ബജി ഇനി ഒരു ദിവസം. ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ സ്പെഷ്യൽ ഇതാണ്. നമ്മൾ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല നോമ്പ് തുറ. ആദ്യമായിട്ടാണ് പൊരിക്കുന്നത്. ചോറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ, ചോറ് അല്ലെങ്കിൽ രാവിലത്തെ വെളുപ്പാങ്കാലത്തെ മാവ് എടുത്ത് വെച്ചിരുന്നു. അതിൽ നിന്ന് 2-3 അപ്പത്തിന് മാവ് വെച്ച് ഉണ്ടാക്കും. കഴിക്കത്തില്ല, അതാണ് പ്രശ്നം. പിന്നെ അങ്ങനെ സ്പെഷ്യലൊന്നും ഇതുവരെ ഇല്ല, ഉണ്ടാക്കിയില്ല. ഉണ്ടെങ്കിൽ ഉണ്ടാക്കും. ഇതാണ് കറക്റ്റ്. നമ്മൾ എന്തെങ്കിലും പിന്നെ വാരി തട്ട് ചിലരാണെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് നോമ്പ് തുറക്കി എല്ലാം ഉണ്ടാക്കിയിട്ട് അതിനുള്ള ആൾക്കാർ കാണുമ്പോ നമുക്ക് ഇത് അധികം വരും, കഴിക്കാൻ പറ്റൂല. അങ്ങനെ ചെലിയല സെറ്റ്. കത്തിരിക്ക ബജിയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ അടിപൊളി, നല്ല മൊരായിരിക്കണം. എന്താ ഗൈസ്, ഇത് എളുപ്പമാണ് കത്തിരിക്ക ബജി ഉണ്ടാക്കാനായിട്ട്, നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.